ഹലോ, ഞാനിന്ന് ഇവിടെ കാണിക്കുന്ന വളരെ സിമ്പിളായിട്ടുള്ള ഒരു ഉള്ളിത്തോരനാണ്. ഇത് ഞാൻ ചെറിയ ഉള്ളി കൊണ്ടാണ് ഉണ്ടാക്കുന്നത്. ചെറിയ ഉള്ളി ഒരു 1/4 കിലോ ചെറിയ ഉള്ളി ഞാനിങ്ങനെ ചെറിയ കഷ്ണങ്ങളായിട്ട് മുറിച്ച് വെച്ചിരിക്കുക. ഇപ്പോൾ കിട്ടുന്ന ഉള്ളിയൊക്കെ ഇച്ചിരി വലിപ്പമുള്ളതുകൊണ്ട് നമുക്ക് തൊലിക്കാനൊക്കെ എളുപ്പമാണ്. ഇൻ കേസ് നിങ്ങൾക്ക് ചെറിയ ഉള്ളി കിട്ടിയില്ലെങ്കിൽ 2 സബോള എടുത്താലും മതി. പക്ഷേ ടേസ്റ്റ് എപ്പോഴും ചെറിയ ഉള്ളിക്കാണ്. അതിന് വേണ്ടത് പിന്നെ ഇതൊരു 3 പോട് വെളുത്തുള്ളി, അതുപോലെ ഉള്ളി അരിഞ്ഞ പോലെ തന്നെ അരിഞ്ഞ് വെച്ചിരിക്കുന്നു. പച്ചമുളകും നീളത്തിൽ സ്പ്ലിറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്, 2 പച്ചമുളകുണ്ട്. കുറച്ച് കരിവേപ്പിലയും, പിന്നെ ഒരു 1/4 കപ്പ് തേങ്ങയുണ്ട്. ഈ തേങ്ങയുടെ കൂടെ തേങ്ങ നമ്മൾ ഒന്നും ചെയ്യുന്നില്ല, തേങ്ങയായിട്ട് ഇടുകയാണ്. അപ്പം കുറച്ച് ജീരകം, അതായത് ഒരു 1/4 സ്പൂൺ ജീരകം എടുത്ത് ഞാനൊന്ന് ചതച്ച് വെച്ചു. ചെറുതായിട്ടൊന്ന് ചതച്ചാൽ മതി. ചതച്ച് വെച്ചിട്ടുണ്ട്. ഇനി നിങ്ങൾക്കത് ചതച്ച എല്ലാ പൊടി, ജീരകപ്പൊടി ഉണ്ടെങ്കിൽ അതാണേലും ചേർക്കാം. അടുപ്പിൽ വെച്ച് തീ കത്തിച്ചിട്ടുണ്ട്. അതിലോട്ട് നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കാം. ഏകദേശം ഒരു 3/4 സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. അതിലോട്ട് നമുക്ക് ഒരു 1/4 സ്പൂൺ കടുക് ഇടാം. പിന്നെ എല്ലാ തോരനും നമ്മൾ ഉഴുന്നുപരിപ്പിടുന്നത് പോലെ ഉഴുന്നുപരിപ്പ് ഇടാം. ഇപ്പം ഞാൻ തീ കുറച്ചിട്ടിരിക്കുക. ഇതിനി ഒന്ന് മൂത്ത് പൊട്ടട്ടെ. ഉഴുന്നുപരിപ്പെല്ലാം നല്ല നിറമായപ്പം ഞാനൊരു 2 വറ്റൽമുളകും കൂടി ഇതിലോട്ടിടും. അതിന് ശേഷം നമ്മളിവിടെ അരിഞ്ഞു വെച്ചിരിക്കുന്ന ചെറിയ ഉള്ളി, ഒന്ന് ചെറുതായിട്ട് വഴറ്റിയതിന് ശേഷം നമ്മൾ ഈ അരിഞ്ഞു വെച്ചിരിക്കുന്ന പച്ചമുളകും വെളുത്തുള്ളി കരിവേപ്പിലയും കൂടി ഇട്ടിട്ട് എന്നിട്ട് ഇതൊന്ന് ചെറുതായിട്ട് വഴറ്റണം. ചെറിയ ഉള്ളി ആയതുകൊണ്ട് വേഗം ആവും. ഈ സമയം നമുക്ക് കുറച്ച് ഉപ്പിടാം. ഉള്ളിയൊക്കെ ആയതുകൊണ്ട് അങ്ങനെ അധികം ഉപ്പ് വേണ്ട, കുറച്ച് ഉപ്പിടുക. അപ്പോൾ ഉപ്പിടുമ്പോൾ ഒന്ന് ഉള്ളി മൂക്കാനും എളുപ്പമുണ്ട്. ഇപ്പം പൊടികളൊക്കെ എല്ലാം ഒരു 1/4 സ്പൂൺ വീതമൊക്കെ ചേർക്കത്തുള്ളൂ. അതുകൊണ്ട് ഞാൻ അവിടെ ഒന്നും എടുത്തു വെച്ചില്ല. ഇവിടെ ഇപ്പോൾ കാണിക്കാമെന്നുള്ള ഇതിലാണ്. ഈ അങ്ങ് കുറച്ചിട്ടിട്ട് നമ്മളൊരു 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടി, മുളക് പൊടി. ഈ മുളക് പൊടി കാശ്മീരി മുളക് പൊടി, അതുകൊണ്ട് വലിയ എരിവൊന്നും കാണത്തില്ല. നമ്മൾ പച്ചമുളകൊക്കെ ഇട്ടിരിക്കുന്നതുകൊണ്ട് അതിൻ്റെയൊക്കെ എരിവ് കാണും. പക്ഷേ കുരുമുളക് പൊടിയും കൂടെ ഒരു 1/4 സ്പൂൺ കുരുമുളക് പൊടിയും കൂടെ ചേർക്കും. എന്നിട്ട് ഇതിനെല്ലാം ഒന്ന് നല്ലതുപോലെ വഴറ്റി എല്ലാം ഒന്ന് കുറച്ചൊന്ന് ചൂടായി കഴിയുമ്പം പൊടിയൊക്കെ ഇട്ട് ചൂടായി കഴിയുമ്പോൾ നമ്മൾ തീ കുറച്ച് വെക്കണം നല്ലവണ്ണം. എന്നിട്ട് ഇതൊന്ന് 1 മിനിറ്റ് അടച്ച് വയ്ക്കുക. മിനിറ്റായി ഞാൻ ഈ ലിഡങ്ങ് മാറ്റുകയാണ്. അപ്പം നമ്മുടെ ഉള്ളിയൊക്കെ നല്ലപോലെ വെന്തിട്ടുണ്ട്. ഇത് പിന്നെ അങ്ങനെ കുഴഞ്ഞു പോകത്തില്ല. സവോള കുഴയുന്നത് പോലെ നമ്മുടെ ചെറിയ ഉള്ളി കുഴഞ്ഞു പോകത്തില്ല. ഈ സമയം നമുക്ക് ചതച്ച് വെച്ച ജീരകവും ഈ തേങ്ങയും കൂടെ ഇതിൻ്റെ കൂടെ ഇടാം. തന്നെ ഇത് ചിക്കി പൊരിച്ചങ്ങ് എടുക്കുക. ഇത്രയേ ഉള്ളൂ ഉള്ളിത്തോരൻ. ഇതാണ് നമ്മുടെ ഉള്ളിത്തോരനൊക്കെ വളരെ എളുപ്പത്തിൽ തയ്യാറായിരിക്കുന്നു. അപ്പോൾ അഥവാ ഈ ചെറിയ ഉള്ളി കിട്ടിയില്ലെങ്കിൽ സവോള ഇതുപോലെ ചെറുതായിട്ട് അരിഞ്ഞ് ഉണ്ടാക്കാം. പിന്നെ ചെറിയ ഉള്ളിക്ക് എപ്പോഴും ടേസ്റ്റ് കൂടും. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കുക. ഇത് പണ്ട് കാലത്ത് ഉണ്ടാക്കുന്ന ഒരു കൂട്ടാനാണ് കേട്ടോ. അതായത് പെട്ടെന്ന് വെജിറ്റബിൾസൊക്കെ ഷോർട്ടായിട്ടിരിക്കുമ്പോഴൊക്കെ ഇങ്ങനൊരു തോരൻ ഉണ്ടാക്കിയാൽ എല്ലാവർക്കും ഇഷ്ടവുമാണ്, വേഗം ഉണ്ടാക്കുകയും ചെയ്യാം. അപ്പം എല്ലാവരും ലൈക്ക് അടിക്കുക, ഷെയർ ചെയ്യുക, കമൻറ്റുകളൊക്കെ തരിക. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക.